ജീവിതത്തിൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയിൽ മുഴുകിയതിനു ശേഷം മാത്രമേ എടുക്കാവൂ. എന്ത് കാര്യമാണ് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ ആ ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൂടെ ഇരിക്കുക. കർത്താവേ, നീ എന്റെ കൂടെ ഉണ്ടാകണം, ഇത് ഞാൻ തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ള ചിന്തിക്കേണ്ടത്. പരീക്ഷയാണ്, അല്ലെങ്കിൽ മക്കളെ കുറിച്ചുള്ള ഒരു തീരുമാനമാകാം, അല്ലെങ്കിൽ കുടുംബത്തിന്റെ തീരുമാനമാകാം, എന്തുമാകട്ടെ. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മലയിലേക്ക് പോയി. ആ രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറയണം. പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ രാത്രിക്ക് ശേഷമാണ് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. എന്റെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകട്ടെ. ഏത് തീരുമാനത്തിനു മുമ്പും ദൈവത്തിന്റെ കൂടെ സമയം ചെലവഴിക്കണം. സമയം ചെലവഴിച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുത്തു നോക്കി. കർത്താവ് കൂടെ ഉണ്ടാകും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എടുക്കുന്ന തീരുമാനവും ഏറ്റവും വിജയകരമായിട്ട് മാറും. നമ്മൾ തീരുമാനം എടുത്തതിന് ശേഷം വേദന വരുമ്പോൾ, നടക്കാതെ വരുമ്പോഴാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരിക. നടക്കണില്ലല്ലോ, എന്താ ചെയ്യാം? അങ്ങനെയല്ല, എടുക്കുന്നതിന് മുമ്പ് കർത്താവ് കൂടെ ഉണ്ടാകട്ടെ.